എന്നിട്ട് മൗലവിമാരെന്താണ് ആടിനെ പട്ടിയൊക്കെയാണ്. ഇവിടെ എവിടെയോ ഒരു ജിന്നുമ്മ, ആ ജിന്നുമ്മാൻ്റെ ചില വികൃതിൻ്റെ പേരിൽ ഒരു വാർത്ത വന്നപ്പോൾ അതൊരു നല്ല ചാൻസാണ് കുളം കലക്കാൻ എന്ന് വിചാരിച്ചിട്ട് എല്ലാ നാട്ടിലും വഹാബികൾ ഇപ്പോൾ ചട്ടിയും കുടുക്കിയെടുത്ത് വരികയാണ്. എന്നിട്ട് ജിന്നുമ്മ കഥ ഗഫൂർ ഹാജിനെ ജിന്ന് കൊന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണ് മൗലവിൻ്റെ കരച്ചിൽ. ഗഫൂർ ഹാജി എന്ന പേരുള്ള എന്തോ ഒരു സങ്കടം മൗലവിക്ക്, നമ്മളെ നാട്ടുകാരനാ, എന്തോ ഒരു ടെൻഷൻ നോക്കി നിങ്ങൾ ഗഫൂർ ഹാജി മരിച്ചിട്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ. പക്ഷെ മൗലവിമാരെ കണ്ണീര് മുതലക്കണ്ണീരാന്നാ ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനെ അതിനിഷ്ഠൂരമായി ചതിച്ച് വഞ്ചിച്ച് കൊലപ്പെടുത്തിയത് ഒരു സഹോദരിയും അദ്ദേഹത്തിന്റെ ഭർത്താവും കൂടിയാണ്. അതാണ് വ്യാജ തന്താരുള്ള കാലാപ്പം, വ്യാജ തള്ളാരുള്ള കാലാപ്പം, പിന്നെന്തത്തെ വ്യാജ ജിന്നുമ്മ. അല്ലെങ്കിൽ ഇപ്പൊ എത്ര വ്യാജ ഡോക്ടർമാരെ വികൃതി കൊണ്ട് ആൾക്കാർ മരിച്ചു വയ്ക്കണം. ഇനിയിപ്പോ ഒറിജിനൽ ഡോക്ടർമാരെ ട്രീറ്റ്മെന്റ് തന്നെ ചിലപ്പോൾ ആൾക്കാർക്ക് മരണം സംഭവിക്കൂലേ? അതിന് MBBS ഒക്കെ തട്ടിപ്പാന്ന് പറയാൻ പറ്റുമോ? എന്തിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ അവർ കൊന്നത്? അതും തട്ടിപ്പിന്റെ പേരിൽ. അതിന്റെ ഉത്തരം അന്ധവിശ്വാസത്തിന്റെയും മന്ത്രവാദത്തിന്റെയും പേരിലാണ് എന്നതാണ്. ഖുർആൻ ഓതി മന്ത്രിച്ചാൽ രോഗം മാറുമെന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ ജിന്നും എങ്ങനെ തട്ടിപ്പോട്ട? MBBS ഡോക്ടർമാർ പല ട്രീറ്റ്മെന്റും നടത്തും, അതിന്റെ പേരിൽ ഒരു വ്യാജൻ എവിടെയെങ്കിലും ബോർഡും വെച്ച് വികൃതി ആട്ടിയാൽ ഈ MBBSകാരന് എന്ത് വെച്ചു? ഖുർആനിനും മന്ത്രത്തിനും എന്ത് പ്രശ്ന? എന്നിട്ട് മൂപ്പര് വേറെയും കഥ പറയുന്നുണ്ട്, കൊല്ലത്തെവിടെ ഒരു പെണ്ണും ഇങ്ങനെ ജീവൻ പോയത്രേ. ഒരു സഹോദരിയുടെ ശരീരത്തിൽ ജിന്ന് പ്രവേശിച്ചു എന്നും അതിനെ ഇറക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ മന്ത്രവാദ ചികിത്സയുണ്ട് എന്നും അതിന് റൂമിലേക്ക് തനിച്ചു വരണമെന്നും അത് പുറത്തിറങ്ങാൻ പട്ടിണി കിടക്കണമെന്നും അവസാനം ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോൾ പാവപ്പെട്ട സഹോദരിയെ വടികൊണ്ട് ശക്തമായി അടിച്ച് അവസാനം നട്ടെല്ലിന്റെ ഭാഗത്ത് ആഞ്ഞു ചവിട്ടി ഈ ദുനിയാവിൽ നിന്ന് പറഞ്ഞയച്ചു. അതിന് ഖുർആൻ എന്ത് വെച്ചു, മന്ത്രം എന്ത് വെച്ചു? എന്തിനാണ് ഈ ആടിനെ പട്ടിയാക്കണ വഹാബികളെ? എന്നാൽ എൻ്റെ ഷാഹിദ് മുസ്ലിം മൗലവി, നമ്മളൊക്കെ ഒരു നാട്ടിലല്ലേ, നമ്മൾ കൂക്കിയാക്കേക്കണ സ്ഥലല്ലേ കരുളായി. അവിടെ നല്ലൊരു മുസ്ലിം ചെറുപ്പക്കാരൻ മരിച്ചതെങ്ങനെയാ? വയറ്റില് ഗണപതി ജിന്നാന്നും പറഞ്ഞ് മുജാഹിദ് മൗലവിമാര് ചികിത്സിച്ചതാണ്. ഇതൊക്കെ കൊല്ലത്തേക്ക് പോയ കൂട്ടത്തിൽ ആ കരുളായിത്തതും കൂടി ഒന്ന് ആലോചിച്ച് രണ്ട് മുതലക്കണ്ണീർ ഇറ്റിച്ചൂടായിരുന്നോ മൗലവി? ഇനി നമുക്ക് ഞങ്ങളെയൊക്കെ മൂക്കിൻ്റെ തൊട്ടിലൊരു മുജാഹിദ് മൗലവി ഗണപതി ജിന്ന് കയറിയിട്ട് ഒരു ചെറുപ്പക്കാരനെ പട്ടിണി കിട്ട് കൊന്ന വാർത്തയും കൂടി ഒന്ന് കേട്ടോളി. നിലമ്പൂർ കരുളായിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച ഫിറോസിന്റെ മരണം വ്യാജ ചികിത്സാ കേന്ദ്രത്തിലെ കൊടിയ പീഡനം മൂലമാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മരിക്കുന്നതിന് മുൻപ് യുവാവ് തന്റെ സുഹൃത്തിനയച്ച വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. മുജാഹിദ് വിഭാഗത്തിന്റെ ഉടമസ്ഥതയിൽ ജിന്ന് വിഭാഗം നേതൃത്വം നൽകുന്ന ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചാണ് ഫിറോസ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. അതാണ് അപ്പൊ തട്ടിപ്പ് എല്ലായിടത്തുണ്ട്. ഇനി ഡോക്ടർമാരെ പേരിൽ വ്യാജന്മാരിറങ്ങി എന്തൊക്കെ വികൃതി അട്ടിക്കുന്നു. അതിനിപ്പോ MBBSകാരെ കുറ്റം പറയാൻ പറ്റും? സംഭവത്തെ കുറിച്ച് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. ലിവർ സിറോസിസ് അസുഖം പിടിപെട്ട ഫിറോസ് അലോപ്പതി ചികിത്സ തുടർന്നു. പിന്നീട് ആയുർവേദ ചികിത്സയിലേക്ക് മാറി. അസുഖം ഭേദമായി വരുന്നതിനിടെ ചിലർ ബന്ധുക്കളെ സ്വാധീനിച്ച് മഞ്ചേരി ചരണിയിലെ ജിന്ന് ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഫിറോസിനെ എത്തിച്ചു. കരൾ രോഗമല്ലെന്നും വയറിൽ ഗണപതിയാണെന്നും അതില്ലാതാക്കാൻ സ്ഥാപനത്തിൽ താമസിച്ച് ചികിത്സിക്കണമെന്നും ഫിറോസിനോട് നിർദ്ദേശിച്ചു. ഒരു ദിവസത്തേക്ക് 10,000 രൂപ ഇവരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. 26 ദിവസം നീണ്ട ചികിത്സാ കാലഘട്ടത്തിനിടെ തനിക്ക് ഭക്ഷണം നൽകാതെയും തന്നെ ക്രൂരമായി ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും ചെയ്തെന്നും ഫിറോസ് ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ അസുഖത്തിന് ഈ ചികിത്സയ്ക്ക് ശേഷം ഞാൻ ശാരീരികമായി ചെറുപ്പക്കാരനെ ജീവനാക്കി ചികിത്സിച്ചിരുന്നത് തളർന്ന് എനിക്ക് ആരോഗ്യപരമായിട്ടും ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവിന്റെ പച്ച കാപട്യം നോക്കി നിങ്ങളെ. കൊല്ലത്തെ കഥ പറയാൻ പോയ മൗലവിക്ക് ആ കരുളായിത്ത് 2 വർത്താനം പറഞ്ഞുകൂടെ? ഒരു 2 കണ്ണീര്. ഭക്ഷണം കഴിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലേ. അതിനുശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ. എൻ്റെ ശരീരം പറ്റ ക്ഷീണിച്ചു, പറ്റ തളർന്നു. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവസാനം ഞാൻ എന്നെ പീഡിപ്പിച്ചു. അവസാന ദിവസം ഞാൻ അവിടുന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അതിനൊക്കെ എന്നെ ബലമായി പിടിച്ചു നിർത്തി ബലം പ്രയോഗിച്ച് 2-3 ആളുകൾ കൂടിയിട്ട് അതിക്രൂരമായി അത് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അവര് വീണ്ടും അവിടെ. ആ ചെറുപ്പക്കാരൻ ഇപ്പൊ മരിച്ചുപോയി. പക്ഷെ ഈ കാസർകോട്ടെ ജിന്നുമ്മക്കഥയും കൊല്ലത്തെ പെണ്ണിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് മൗലവി പോണത് എവിടുക്കാറ് നിങ്ങള്? ഈ മന്ത്രവാദൊക്കെ എങ്ങനെ വന്നു നമ്മളെ വീട്ടില്? ഖുർആൻ ഓതി ഊതിയാലോ കുടിച്ചാലോ രോഗം മാറുമെന്ന ഇസ്ലാമിന്റെ വിശ്വാസം വെച്ചു പുലർത്തിയതിന്റെ പേരിലാണ് ഈ കലാപരിപാടിയൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത്.
ആടിനെ പട്ടിയാക്കലാണ്. മൗലവി മന്ത്രവാദം ഉണ്ടായത് എങ്ങനെയാന്ന് ചോദിച്ചു ഭയങ്കര വികാരം കൊള്ളുന്നുണ്ട്. വളരെ ശാന്തമായി ലളിതമായി എന്നാൽ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി മുസ്ലിം സമുദായം ആലോചിക്കേണ്ട ഒരു ചോദ്യം, മുജാഹിദ് സമുദായം ആലോചിക്കേണ്ട ചോദ്യങ്ങൾ തീരുമാനാക്കി വരും. മുജാഹിദീങ്ങളിൽ എങ്ങനെ ഈ ഗണപതി ഉണ്ടായത് ആലോചിക്കേണ്ട ഒരു ചിന്ത, എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ വീടുകളിൽ ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നത്? മുജാഹിദീങ്ങളെ വീട്ടിൽ എങ്ങനെ ഉണ്ടായി മനുഷ്യന്മാരെ? അത് നിങ്ങൾ നേരം പഠിപ്പിച്ചാൻ വന്ന തൊൽച്ചികളല്ലേ? നിങ്ങൾ ഇവിടെയൊക്കെ വെള്ളം, വിദ്യാഭ്യാസം, വിവരം കൊണ്ടെന്ന് വലിയ വലിയ സാധനങ്ങളല്ലേ? നിങ്ങൾ അടുക്കളയിൽ എങ്ങനെ ഈ ഗണപതി ജിന്നുണ്ടായി എങ്ങന്മാരെ? നിങ്ങൾ ഈ മൗലവിമാരെങ്ങനെ ഈ മനുഷ്യനെ ജിന്നും പറഞ്ഞു കൊല്ലൽ തുടങ്ങി? ഹോമവും പൂജയും മന്ത്രവാദവും ചികിത്സയും ഒഴിപ്പിക്കലും അടിക്കലും അതിന്റെ പേരിലുള്ള ധനസമ്പാദനങ്ങളുമെല്ലാം എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽ വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ വീടുകളിൽ? അതാണ് നിങ്ങളെ വീട്ടിൽ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പണ്ടേ നെല്ലുണ്ട്, പതിരുണ്ട്. നെല്ല് ഞങ്ങൾ സ്വീകരിക്കും, പതിര് ഞങ്ങൾ തള്ളും. അതിലേ ഉള്ളൂ. പതിരാന്ന് ബോധ്യപ്പെട്ടാൽ തള്ളും, ബോധ്യപ്പെടാതെ ചിലപ്പോൾ ഒരു വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പോകുമ്പോൾ അതിന്റെ ബാഹ്യമായ രീതിയൊക്കെ കണ്ടിട്ട് നമ്മൾ വിശ്വസിക്കും. പക്ഷേ വസ്തുത മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരാളെ വീട്ടിൽ നമ്മൾ പോയി ഓനെ പിന്നെ വല്ല കഞ്ചാവ് കേസിലും പിടിച്ചിന് കണ്ടോ മൂപ്പരാ പെരയിലുണ്ടായിന്ന് പറയുന്നത് ഊളംപാറി പോണ്ട വർത്താനാണ്. അപ്പൊ അത് വിട്ടാളി, അതൊന്നും പറഞ്ഞ് വെറുതെ കുളൂസ് അടിക്കാൻ വരണ്ട. ഏതായാലും മൗലവി പറയണി എങ്ങനെ വന്നു നമ്മളെ വീട്ടില്? ഞങ്ങൾക്കറിയാം മുജാഹിദീങ്ങളെ വീട്ടിൽ എങ്ങനെയാണ് ഗണപതി ജിന്നുണ്ടായത്, എങ്ങനെയാണ് ജിന്ന് ചികിത്സ ഉണ്ടായത് എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ആ മുജാഹിദ് ഇപ്പൊ പണ്ടത്തെ ജിന്നല്ല. 100 കൊല്ലം ഞങ്ങളെ പിന്നാലെ നടന്നപ്പോ ചിലതൊക്കെ ഞങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പരിപാടി വെച്ച വഹാബികളെ, ആ വഹാബികളെ മിമ്പറയില് പഴയ മുജാഹിദ് തന്നെക്കാരെ ഈ മുജാഹിദ് എന്ന് കരുതിയിട്ട് അൻസാർ മൗലവി നന്മണ്ട എന്ന് പറഞ്ഞൊരു മൗലവി മിമ്പറമ കയറിയിട്ട് ജോറം ഖുതുബ പ്രസംഗം നടത്തി. ആ ഖുതുബ പ്രസംഗത്തിന് ഒരു ദിവസത്തെ ആയുസ് ഉണ്ടായില്ല. ഇവര് തിരിയാനാണ് ഖുതുബ മലയാളത്തിലാക്കിയത്. പക്ഷെ ഈ തിരിയാൻ വേണ്ടി റിസ്ക് എടുത്തു പോണ മലയാള ഖുതുബക്ക് ഒരു ദിവസത്തെ ആയുസ് ഉണ്ടായില്ല. എന്താണ് കാരണം? മൂപ്പര് പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു ശൈത്താനും നമ്മളെ ശരീരത്തിൽ അപകടം ഉണ്ടാക്കൂല, രോഗം ഉണ്ടാക്കൂല എന്നൊക്കെ വലിയ ജോറിൽ വിളിച്ചറിഞ്ഞു. മുജാഹിദ് പണ്ടത്തെ മുജാഹിദ് തന്നെയെന്ന് കരുതിയാണ്ടേ ഇത് സാധനം മാറിയത് ഇയാളെ മനസ്സിലാക്കിയിട്ടില്ല. ആ ഖുതുബ കോതിങ്ങനെ കഴിഞ്ഞ് വീട്ടിലെത്തി പോത്തറച്ചും കുമ്പളങ്ങൊക്കെ തിന്നിങ്ങനെ ഏമ്പക്കം വിട്ട് കുത്തുറുക്കുമ്പോഴാണ് മുജാഹിദ് ഓഫീസിൽ നിന്നൊരു ഡേഞ്ചർ ഫോണ്. അല്ല ഇഞ്ചാപ്പെന്ന് എന്തേ ഖുതുബ ഓതിയത്? ചെയ്ത്താൻ കേറൂലാന്നോ? വേഗം യൂട്യൂബ് കയറിയിട്ട് യൂട്യൂബിന് റോട്ടുണ്ടാക്കിയിട്ട് വേം പറ ജിന്ന് കേറും, ചെയ്ത്താൻ കേറും എന്ന് വേം പറഞ്ഞു. അല്ലെങ്കിൽ കേന്ദ്രം ഔട്ടീകാരം ആ സാധു പെട്ടെന്ന് യൂട്യൂബിന് ഓട്ടുണ്ടാക്കി. എന്നിട്ട് കേറിയിട്ട് പറയാണ് ചെയ്ത്താൻ കേറൂല, ബുദ്ധിമുട്ടാക്കൂല എന്നൊക്കെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞത്. പഴയ മുജാഹിദാചാര്യ സാധു പറഞ്ഞതാണ്. ഇത് സാധനം മാറിയത് മൂപ്പർ അറിയില്ല. അപ്പൊ അയാള് പറയാണ് സംഗതി അങ്ങനെയൊന്നല്ല, ചെയ്ത്താൻ നമ്മളെ മേത്ത് കേറും. ഇങ്ങനെയാണ് മുജാഹിദ് നിങ്ങളെ അടുക്കളയിൽ ഗണപതി ജിന്നുണ്ടായത്. 13/12/24 വെള്ളിയാഴ്ച ജുമാ ഖുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരു അബദ്ധം സംഭവിക്കുകയുണ്ടായി. എങ്ങനെ ശൈത്താൻ മനുഷ്യനെ ഉപദ്രവിക്കൂല എന്ന് പറഞ്ഞത് അബദ്ധത്തരേ? എന്തിനാ ചെങ്ങന്മാരെ നിങ്ങൾ മുജാഹിദായത്? ഇതൊക്കെ പറയാനാണെങ്കിൽ ഞങ്ങൾ ഈ ഖുറാഫികളെ കൂട്ടത്തിൽ നിന്നാ പോരങ്ങളെ. ഞങ്ങൾക്ക് ഏതായാലും ജില്ലിമ്മിയും പല്ലുമ്മിയും ഒക്കെ ഉണ്ട് എന്ന് കൂട്ടിക്കോളി. ഇങ്ങക്ക് ഈ പിരാന്ത് ഉണ്ടായോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അജഞ്ച മുജാഹിദീങ്ങളെ, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക എങ്ങനെ ഞങ്ങളെ പെരിയിൽ ജിന്നുണ്ടായത്, ചെയ്ത്താണ്ടായത്? നിങ്ങളെ മിമ്പറമ്മ ചെയ്ത്താനാപ്പോ? ആ ചെയ്ത്താൻ ഇറങ്ങിയ വിവരം ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. മൂപ്പര് തുടരട്ടെ. എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഉലമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോ എത്ര മിനിറ്റ് കൊണ്ട് അറിയങ്ങൾ? വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞ് 24 മണിക്കൂർ തേണീന്റെ മുമ്പ് മുമ്പർക്കാണ് ബോധ്യപ്പെടും. നമുക്ക് ഷാഫിമാ പറഞ്ഞ അപ്പടി അങ്ങനെ തന്നെയാണ്. ബൽക്ക് ജമിയത്തിലും എന്ത് പറഞ്ഞാലും അണ്ണാക്കോതാകം മുണുങ്ങണ പണിയാണ്. അണ്ണങ്ങള് ആലിഹത്താക്കുക പുരോഹിതന്മാരെ. എന്നിട്ട് മൂപ്പര് അബദ്ധാണ് അത്തരെ. ചെയ്ത്താൻ ബുദ്ധിമുട്ടിച്ചൂല എന്ന് പറഞ്ഞാൽ അത്തരെ അബദ്ധാകുക. മുജാഹിദ് നിങ്ങൾ എവിടെ എത്തി നിങ്ങൾക്ക് അറിയാം. ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ ഞാൻ അത് അംഗീകരിക്കുകയും ഞാൻ അത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തുൽ ഉലമയുടെ വിശ്വാസത്തെ, ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. മുജാഹിദ് ജിന്ന് ചെയ്ത്താൻ ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞാൽ അത്രേ ഒറിജിനൽ മുജാഹിദാകുക. മൂപ്പർക്ക് അറിയില്ലേനല്ലോ ഈ സുന്നി മൂല്യന്മാരെ വേല ഇടയ്ക്കെങ്കിലും ഒന്ന് കേട്ടോക്കി കൂടെ മൗലവി ഇന്ന ഈ മിമ്പർമ കയറി പോയത്തം പറയോ. എന്നിട്ട് മൂപ്പര്
മൂപ്പര് പറയാണ് ശൈത്താൻ ബുദ്ധിമുട്ടിച്ചും ഒരു പ്രശ്നം തന്നെയാണത്. ശൈത്താൻ ബുദ്ധിമുട്ടിച്ചാലേ ശൈത്താൻ ബുദ്ധിമുട്ടിച്ച് രോഗം ഉണ്ടാക്കിന്ന് കൂട്ടിക്കോളി. അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും? ഡോക്ടർ സൂചി അടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നെയ്സിന്റെ കയ്യിൽ ചീട്ട് കൊടുത്തു. നെയ്സിന് നമ്മളെ നരമ്പിലല്ലേ ഈ സൂചി കുത്താൻ പോയിക്കുള്ളൂ. ചെയ്ത്താന്റെ നരമ്പുണ്ടോ സിസ്റ്റർക്ക് കുത്താൻ കിട്ടണേ? അപ്പൊ അതൊരു കുഞ്ഞിനായും കൊടുക്കാണ്. ഇതിന് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചിട്ടും കാര്യമില്ല, സൂചി കുത്തിയിട്ടും കാര്യമില്ല. അതൊരു പയ്യാവേലിയല്ലേ? അപ്പൊ മൗലവീന് പറയുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ശൈത്താൻ ബുദ്ധിമുട്ടിച്ചു എന്ന് തോന്നിയ കാട്ടണ്ടേ എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. ഒരു അബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് കൊണ്ട് തന്നെ അതാണ് വീണ പിന്നെ വിദ്യാക്കല നല്ലത്. അങ്ങനെ തന്നെ ഇസ്ലാമികപരമായി അങ്ങനെയൊരു ബാധ പോലെ ഒരു മനുഷ്യൻ അനുഭവപ്പെട്ടാൽ അതാണ് എങ്ങനെ ശൈത്താൻ ബാധ അനുഭവപ്പെടുക. ആർക്ക്? ദുന്യാക്കല്ലാണ്. ഇവിടെ ഞമ്മക്ക് ചൈത്താൻ മസാല പഠിപ്പിക്കാൻ വന്ന മുജാഹിദ് ചൈത്താന്മാർക്ക് തിരുസുന്നത്തിലും വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലും എന്താണോ അതിനുള്ള മന്ത്രങ്ങൾ, മാർഗങ്ങൾ, അത് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് വിശ്വസിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അറിയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷെ പ്രശ്നം തീരൂല. പ്രശ്നം തീരൂല. ശൈത്താൻ ബാധ ഉണ്ട് എന്ന് ഉറപ്പാണ്. അതിന് ഹോസ്പിറ്റലിൽ കൊണ്ട് സിസ്റ്റർമാരെ കൊണ്ട് നമ്മളെ നരമ്പിന് സൂചി കുത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത് ഡബിൾ ഉറപ്പാണ്. അപ്പൊ പിന്നെ ഈ ചൈത്താൻ എന്ത് കാട്ടും? ചൈത്താൻ എന്ത് ചെയ്യണം? ചില മന്ത്രമൊക്കെ ഉണ്ട് എന്നാ മൂപ്പര് പറയുന്നത്. ജിന്നുമാരും മുജാഹിദിലും വേണം തന്നെ. പക്ഷേ പ്രശ്നം അവിടെ തീരൂല. മന്ത്രിക്കണമെങ്കിൽ ഇത് ബാധയാണോ അല്ലേന്ന് അറിയാ. ഓ വഹാബി പുരോഹിതനായ റഹ്മാനി എന്ന് പറയുന്ന മൗലവി, ഇവിടെ ആളെ കുതിരയാക്കാൻ നിങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു 1.5 ചോദ്യം. മൂപ്പര വിചാരം അത് വലിയൊരു പോയിന്റാന്നാ. പക്ഷെ അത് അൻസാർ നന്മണ്ട കേക്കണ്ട. എന്താ റഹ്മാനി ചോദിക്കണറിയോ? അല്ല ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ചൈത്താൻ ബാധ ഉണ്ടായാൽ എങ്ങനെയാ പോയി മനസ്സിലാകുക? അതിനിപ്പോ എന്താ ടെസ്റ്റ് എടുത്തുക എന്നൊക്കെ മൂപ്പര് പറഞ്ഞൊരു കുതിരയാക്കൽ നടത്തുന്നുണ്ട്. നേരെ അൻസാർ നന്മണ്ടന്റെ മണ്ടമ്മക്കാണ് ഈ ചൊല്ലണേ. ഇവിടെ ഒരാൾക്ക് ഇങ്ങനെ ഇളക്കം തട്ടി നോക്കാം, ബേജാറായി. അപ്പൊ അയാൾക്ക് ജിന്ന് ബാധിച്ചാണെന്ന് എങ്ങനെ പറയാ? ജിന്ന് ബാധയാണെന്ന് പറയാൻ അത് ആണെന്ന് എങ്ങനെ പറയാ? അത് അൻസാർ മൗലവിനോട് ചോദിച്ചാൽ മതി. അൻസാർ നന്മണ്ടക്ക് അത്യാവശ്യമൊക്കെ വെളിവും വെള്ളിയാഴ്ചയും വന്നിക്കണ്. ഇപ്പൊ മൂപ്പരോട് ചോദിക്കത് എങ്ങനെയാ അറിയാം? ആർക്കാത് പറയാൻ പറ്റാ? അത് മൂപ്പർക്ക് പറയാൻ പറ്റും. എന്തടയാളമാണ് ഉള്ളത്? അതിന് അങ്ങനെയൊക്കെ ഒരു അടയാളുണ്ട്. അതിന്റെ ഏത് സിംറ്റംസ് വെച്ചിട്ടാണ് അളക്കുക? ഇതിനൊക്കെ അൻസാർ നന്മണ്ട മറുപടി അറിഞ്ഞു കൊടുക്കണം. ഖുതുബ പിമ്പലിച്ച് കണ്ട് യൂട്യൂബ് കയറിയതുകൊണ്ട് വയ്യാവേലി ഒഴിവാകൂല. നിങ്ങള് വഹാബിസത്തിലാണ്. അപ്പോ ഇങ്ങനെ ഇപ്പത്തെ അവസ്ഥ എന്താ പറയുക? നിങ്ങള് ഇടത്തേക്ക് തിരിഞ്ഞ ഒരു മുജാഹിദിന്റെ അടി, വലത്തേക്ക് തിരിഞ്ഞ മറ്റേ മുജാഹിദിന്റെ അടി. വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞ് വന്നേക്കന്നെ അൻസാർ മൗലവിനെ വിളിച്ചിട്ട് ഒരു മുജാഹിദ് ഗ്രൂപ്പാണ് പറഞ്ഞത്, ഇജ്ജിപ്പെന്തേ ചൈത്താൻ കയറൂല എന്നാ പറഞ്ഞത്, ബേം മാറ്റിക്കോ. അങ്ങനെ മാറ്റിയ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ വന്നപ്പോഴാണ് നമ്മളെ ഹുസൈൻ മടവൂർ മുജാഹിദ് ഇത് കാണണ്ടേ. ഉടനെ മൂപ്പരവാക്യം കിട്ടിയ ഒരു അടി അൻസാറിനെ. എന്താ ഈ ചൈത്താൻ മസാലയൊക്കെ പറഞ്ഞെടുക്കുക? വേറെ പണിയൊന്നുമില്ല ഇവിടെ ഹുസൈൻ മടവൂരിന്റെ വക. ഖുർആനിൽ പരലോകത്ത് പലിശ ഭുജിക്കുന്ന ആളുകൾ അവര് ജിന്നുബാധയേറ്റ് അവർ മറിഞ്ഞു വീണ ആളുകളെ പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട്. ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തം ഒഴുകുന്ന സ്ഥലത്ത് കൂടെ ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹദീസുമുണ്ട്. ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ. എന്നെ വിശ്വസിച്ചാലും മതി. അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു. മനുഷ്യരുടെ ആ വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞു വന്ന് ആ പോത്തിറച്ചി തിന്നപ്പോ ഓഫീസിൽ നിന്ന് വന്ന ബിളിന്റെ ദുരന്തം അൻസാർ നന്മണ്ട എപ്പോഴും മറന്നിട്ടില്ല. അത് മറക്കണീന്റെ മുമ്പാണ് മൂപ്പര് ഇതൊക്കെ ഒപ്പിച്ച് കൂട്ടിക്കൊണ്ടെന്ന് വീഡിയോ ഇട്ടപ്പോഴാണ് ഹുസൈൻ മടവൂരിന്റെ വകപ്പുറത്തുനിന്ന് ഒരടി. ആ ജിന്ന് എവിടെയുള്ളതെന്ന് ഒരു പുടുത്തല്ലോ. സത്യം പറയാം. ഷെയ്ത്താൻ ഒഴുകുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടാക്കും എന്ന്. നിങ്ങൾ ആദ്യം നിങ്ങൾ എവിടെ ഞങ്ങളെ ചെയ്ത്താന്നൊന്ന് തീരുമാനിച്ചു, എന്നിട്ട് മതി ഞങ്ങളെ ചെയ്ത്താനെ DNA ടെസ്റ്റ് പരിശോധിക്കാൻ.